ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേട്ടൻ ഇവിടെ എന്താ പണിയെന്ന് വിചാരിച്ചു. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരി കുട്ടി കുറച്ച് വോമിറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കക്കിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഏട്ടൻ അത് നമ്മുടെ കാർപ്പറ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് കഴുകി ഇവിടെ ടാങ്കിൽ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം മുക്കി കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ചേക്കുക. എന്തെങ്കിലും ഉണങ്ങുമോ എന്നുള്ളത് മാത്രമാണ് സംശയം. എന്താണ് ഇന്നലെ ശബ്ദമൊക്കെ കേട്ടു, ഇവർ തല്ലുകൂടുന്ന പോലത്തെ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ കേട്ടു. നമുക്കിങ്ങനെ പൂച്ചകളെ വളർത്തി ശീലമില്ല, അവിചാരിതമായി വന്നവളാണ് സുന്ദരിക്കുട്ടി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സുന്ദരിക്കുട്ടീനെ ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെ നോക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ചേട്ടൻ അവിടെയൊക്കെ കഴുകലും ഇതൊക്കെ കഴിഞ്ഞ് ബക്കറ്റ് അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പം തൊട്ട് പിന്നിൽ വീഡിയോ എടുത്തുകൊണ്ട് ക്യാമറമാനായി ഞാനുണ്ട്. അപ്പോൾ എല്ലാം കണ്ടപ്പോൾ ചേട്ടൻ ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ. ഒരു ഇല എടുത്തുകൊണ്ട് വന്ന് അവളിങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുമ്പോഴേ കോരി ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിങ്ങനെ രസിച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ പറയില്ലേ, നമ്മൾ പറയില്ലേ, കുട്ടികൾക്കായാലും ഇങ്ങനെ ഒരു തലോടലൊക്കെ കിട്ടുമ്പോൾ രാവിലെ തന്നെ ഇപ്പോഴായാലും ഒരു സ്നേഹമൊക്കെ കിട്ടുമ്പോൾ അവരിങ്ങനെ എഴുകി നമ്മളപ്പോൾ മേലേക്ക് വരികയാണ്. അവൾ ആ സ്നേഹം കൊണ്ട് മേലേക്ക് കയറി വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ അങ്ങനെ ആക്കുമ്പോൾ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇന്ന് 10ാമത്തെ ദിവസമാണല്ലോ. അയ്യോ അല്ല, ഇന്ന് 10 നാളെയാണ് കേട്ടോ 10ാമത്തെ ദിവസം. അപ്പോൾ 10ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഇലകൾ നോക്കി വെച്ചതാണ്, തുമ്പകോട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ എന്താ കിച്ചണിലെത്തി. ഇന്നലെ തന്നെ ഞാൻ ചാള മാങ്ങയും ഒക്കെ മാങ്ങ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചാള. അത് ഞാൻ ഇപ്പോൾ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ അരിയും പിന്നെ പയറും പിണ്ടിയും കൂടി ഉപ്പേരി വയ്ക്കുന്നുണ്ട്. പയറും പിണ്ടിയും കൂടി ഉപ്പേരി വയ്ക്കുന്നുണ്ട്. അത് അതായത് ചുമന്ന പയർ ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ട് വെക്കാൻ വെച്ചു. ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അതൊക്കെ. പിന്നെ അരിയുടെ വിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. മീൻകറി വെച്ച് കാരണം ഏറ്റവും ലാഭം എന്താണെന്ന് വെച്ചാൽ, സുഖം എന്താണെന്ന് വെച്ചാൽ മീൻകറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കറി തലേദിവസത്തേക്ക് റെഡിയാക്കി സെറ്റാക്കി വെക്കുക. പിന്നെ ചാറ് കറി വെക്കാനാണ് ഏറ്റവും കൂടുതൽ പാടുന്നത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിണ്ടി ആയാലും ഇതൊക്കെ. അപ്പം ഞാൻ അത് വിസിലടിപ്പിച്ച് അതങ്ങ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് ചെറുതാക്കി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി വെക്കുമ്പോൾ ഇത്തിരി കൂടി നല്ല ഒരു രീതിയിൽ വെന്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പൈപ്പിൽ കണക്ഷൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് കേടായിട്ട് വർഷങ്ങളായി. ഞാൻ വരുമ്പോൾ തൊട്ട് പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴും. ഞാനെപ്പോഴും പറയും, നമ്മുടെ ഒരു സുരാജിൻ്റെയും പിന്നെ ആ പെൺകുട്ടിയുടെ പേരെന്താ, അവർ മറന്നുപോയി, ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛനും മകനും കൂടിയിട്ട് ആ പെൺകുട്ടീനെ പണി ഇടിപ്പിച്ച് ഒരു കാര്യവും ചെയ്തു കൊടുക്കാണ്ട് ആ വീട് പോലെ തന്നെയാണ് എൻ്റെ വീട്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്തിനാണ് നന്നാക്കുന്നത് അങ്ങനെ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുന്ന ഒരു വീട്ടിൽ തന്നെയാണ് ഞാനും. വേസ്റ്റ് വെള്ളം ഇപ്പോഴും ഞങ്ങൾ ആ വെള്ളം ബക്കറ്റിൽ നിന്ന് ടാപ്പിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുമ്പോൾ നമ്മളത് കൊണ്ട് കളയും. എനിക്ക് ഇപ്പം അതൊക്കെ ശീലമായതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒട്ടും പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകി ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇപ്പോൾ വെള്ളം സിങ്കിലേക്ക് ഒഴിച്ച് അങ്ങ് കളഞ്ഞാൽ മതി. വേസ്റ്റ് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആണ്. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചാക്കി നിൽക്കട്ടെ, വിസിലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വേറെ ഒരു എല്ലാവരുടെയും നമ്മളെപ്പോഴും വീട്ടിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് വേറൊരു എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും, സിനിമയ്ക്ക് പോവുക അങ്ങനെയൊക്കെ ആണ്. അപ്പം നമ്മളുടേത് റൂട്ടീനാണല്ലോ. പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, അങ്ങനെയാണ് എൻ്റെ സിങ്കും ആ പൈപ്പും ഒക്കെ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. എല്ലാ വർഷവും പൈപ്പ് മാറ്റി വയ്ക്കും. പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചേച്ചി ചുമരിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീഴുകൊണ്ടിരിക്കുക. അതിനെന്ത് ചെയ്യണം? അങ്ങനെ ആൾക്കാരെ അങ്ങനെ താല്പര്യം, നമ്മളത് ചെയ്യാറുമില്ല. അങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ല. ജീവിതത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തതല്ല പറയുന്നത്. ഇങ്ങനത്തെ നമുക്കൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ അന്ന് എന്തിനത് റെഡി, ഇങ്ങനെ വെള്ളം കൊണ്ട് കളയാൻ നമുക്ക് ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പൊ വെള്ളം അങ്ങനെ ശരിക്കും ചുമനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടാ ആരെങ്കിലും കിട്ടുമോ തപ്പാനായിട്ട് പോയിരിക്കുകയാണ്. രാവിലെ തന്നെ ഇറങ്ങി പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ പറ്റില്ല, നമ്മളൊരു പാത്രം വെച്ച് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തീരെ പറ്റില്ല, വെള്ളം ഇങ്ങനെ നന്നായി ലൂസായിക്കൊണ്ടിരിക്കാം. അപ്പൊ അതൊന്ന് നന്നാക്കി എടുക്കാനുണ്ട്. അപ്പൊ ഇന്ന് തീരെ പറ്റില്ല എന്ന് കണ്ട വഴിക്ക് വേഗം പോയി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിക്കാനായിട്ട് ആൾ നിൽക്കുമായിരുന്നു.
പിന്നെ എപ്പോഴും അടുത്തത് എന്താ വെച്ചാൽ കംപ്ലൈന്റ് ഒരു എന്താ പറയാ, നമുക്ക് എപ്പോഴും എന്ത് സംഭവം ചെയ്താലും പെട്ടെന്നെല്ലാം കറക്റ്റില് കിട്ടാൻ എനിക്ക് വളരെ അപൂർവമാണ്. ഇപ്പൊ ഒരു കോല് വാങ്ങിച്ചിട്ട് ക്യാമറ സ്റ്റാൻഡ് വാങ്ങിച്ചു. ക്യാമറ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാല് അതിന്റെ ഒരു ഇങ്ങനെ ചുറ്റിനെ ഒരു എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയ അതില്ലാന്ന് വെച്ചാൽ അതിന്റെ ഇത് വെക്കുമ്പോ അത് ഓടിയും. അപ്പൊ അതുകൊണ്ട് അത് മാറ്റാനായിട്ട് അത് മാറ്റി കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് വെച്ചാൽ എനിക്ക് പണിത്തിരക്ക് കുറച്ച് കുറഞ്ഞ ദിവസമാണ്. നമുക്ക് കൂട്ടാനും ഇതൊക്കെയല്ലേ വെക്കണ്ടോ, ഉപ്പേരി മാത്രമേ വെക്കണ്ടോ. പുട്ടുണ്ടാക്കാം. നല്ല ചോളം പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും നമുക്ക് ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാണാം ഡൽഹിയിലെ ഓരോ കാര്യങ്ങളും ഇതൊക്കെയാണല്ലോ. നമുക്ക് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നല്ല നമുക്കിപ്പോൾ എനിക്ക് പറയാനൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം എന്താണ്, കുട്ടികളെ ഇങ്ങനെ വിഷമിക്കുകയാണ് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ചെറുതായിട്ടും. പിന്നെ അതിൻ്റെ ആന്തരിക വശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ടും അറിയില്ല. അപ്പം അത് അതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ വെറുതെ ഒന്നും സംസാരിച്ചിട്ടും കാര്യമില്ല. പക്ഷെ ഇതാണ് കുട്ടികൾ വിഷമിക്കുകയാണ്, അതുണ്ട്. പിന്നെ ഇന്ന് പൂജകൾ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര റെസ്റ്റിലായിരുന്നു. ഇന്ന് ഫുള്ള് റെസ്റ്റിലായിരുന്നു. എത്ര 6:15 ആകുമ്പോഴേക്കും എണീറ്റു. എന്നിട്ട് കുളിച്ചോട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 4 മണിക്ക് കഴിഞ്ഞിട്ട് കുളിക്കലൊക്കെ ആയിരുന്നു ഒരാഴ്ച. നല്ല രസമായിരുന്നു. അതായിരുന്നു രസം. കുറച്ചുകൂടി രസമൊക്കെ അതായിരുന്നു. ഇപ്പം ആരും കിട്ടിയില്ല ഏട്ടാ. എനിക്ക് തോന്നി അപ്പം മരിച്ചിട്ടുണ്ടാവുന്നെന്ന്. ഒരു വയസ്സായിട്ടൊരാളാണ് കേട്ടോ പൈപ്പ് നന്നാക്കാനായിട്ട് ഇവിടെ വരാറാണ്. ഒരു മരിച്ചു. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നു ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ചേട്ടൻ പോകുമ്പോ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോ. പക്ഷെ അതുപോലെ വയസ്സായിട്ടുള്ള ഒരാളായിരുന്നേ. കുറെ കൊല്ലായല്ലോ നമ്മൾ വിളിച്ചിട്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാട്ടാ? അത് അവര് എണിക്കുണ്ടാവുള്ളൂ. ആരെ സേട്ട്? നമ്മുടെ ചോളം പുട്ട് റെഡിയായി. പയറും ഉണക്കപ്പയറും ഉണ്ണിപ്പിണ്ടി റെഡിയായി. ഞാലിപ്പൂവനല്ല, പൂവൻ പഴം തന്നെയാണ്. ചെറിയ ഷേപ്പാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റോബസ്റ്റി ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടി കുഴച്ചങ്ങ് സമൃദ്ധിയായിട്ട് കഴിക്കണം. അപ്പോൾ ചേട്ടന് ഉള്ളതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കുള്ളതൊക്കെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഭക്ഷണവും കാര്യത്തിൽ നെയ്യും ചേർത്ത് കഴിക്കൂട്ടോ. ഇതിൽ കുറച്ച് നെയ്യ്, പുട്ടിൻ്റെ ഒപ്പം കുറച്ച് നെയ്യും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.